മലയാളിയുടെ നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുക്കളിലൊന്നാണ് മഞ്ഞൾ. നാം കഴിക്കുന്ന കറികളുടെ ചേരുവകളിൽ മഞ്ഞളിന്റെ സ്ഥാനം വളരെ വലുതാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതു മുതൽ വിവിധ ഘട്ടങ്ങൾ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിന് മഞ്ഞൾ ഉപയോഗിക്കുന്നു. മഞ്ഞൾ തേച്ചുള്ള കുളി നമ്മുടെ പൈതൃകത്തിന്റെ കൂടി ഭാഗമാണ്. ഒരു അണുനാശിനിയായും മഞ്ഞൾ ഉപയോഗിക്കുന്നു. മഞ്ഞളിന്റെ ഔഷധ ഗുണവും ഒന്ന് വേറെ തന്നെ. ക്യാൻസർ, അൾഷിമസ് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ മഞ്ഞളിന് കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ സ്വാധീനമുള്ള മഞ്ഞൾ കൂടുതലായും വരുന്നതാകട്ടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മഞ്ഞൾ കൃഷിക്ക് നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമാണെങ്കിലും നമ്മുടെ കർഷകർ പലപ്പോഴും ഈ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നില്ല. ഇഞ്ചി വർഗത്തിൽപ്പെട്ട ചെടിയാണ് മഞ്ഞൾ. മഞ്ഞൾ ഉപയോഗത്തിൽ വളരെ മുന്നിലുള്ള നമ്മൾ മഞ്ഞൾ കൃഷിയിലും മുന്നിലെത്തേണ്ടതാണ്. കേരളത്തിൽ വയനാട്, പാലക്കാട്, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. കസ്തൂരി മഞ്ഞൾ, കരിമഞ്ഞൾ, കാട്ടുമഞ്ഞൾ, കുടമഞ്ഞൾ, നാടൻ മഞ്ഞൾ എന്നിങ്ങനെ വിവിധ തരം മഞ്ഞളുകൾ ഉണ്ടെങ്കിലും വിവിധ കാർഷിക സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും വികസിപ്പിച്ചെടുത്ത മഞ്ഞളുകളാണ് കർഷകർക്ക് പ്രിയം. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പ്രതിഭയാണ് പരക്കെ കൃഷി ചെയ്യുന്നത്. പ്രഭ, ആലപ്പി സുപ്രീം എന്നിവയും പ്രചാരത്തിലുണ്ട്. മഞ്ഞൾ കൃഷിയുടെ അനന്ത സാധ്യതകൾ കണ്ടറിഞ്ഞ് മുന്നോട്ട് വന്ന് വിജയം കൈവരിച്ച കുടുംബശ്രീ പ്രവർത്തകരെയാണ് ഇന്നത്തെ കൃഷിദർശനിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് പഞ്ചായത്തിലെ പള്ളിക്കൽ തെക്കുള്ള വിവിധ കുടുംബശ്രീകളിലെ വനിതകൾ ചേർന്നുള്ള കൂട്ടായ്മയാണ് മണ്ണിൽ മഞ്ഞ സ്വർണം വിളയിച്ചത്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 2010 മുതൽ തന്നെ കാർഷിക രംഗത്താണ് കൂടുതൽ ഊന്നൽ നൽകി പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പച്ചക്കറി ഗ്രാമം എന്ന പദ്ധതി ഏറ്റെടുത്ത് അതിൽ കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ്മയായിട്ട് എല്ലാത്തരം കൃഷികൾക്കും ഉൾപ്പെട്ടു. ആ കൃഷികളിലെല്ലാം ഇടവിള കൃഷികളിൽ മഞ്ഞൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് 11ാം വാർഡിലാണ് ടൺ കണക്കിനാണ് മഞ്ഞൾ കൃഷി ചെയ്തെടുത്തത്. അപ്പോൾ അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അതിൻ്റെ ഗുണം കിട്ടത്തക്ക രീതിയിൽ അതിനൊരു സംസ്കരണ പദ്ധതിയും കൂടെ ഉൾപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ കൂട്ടായ്മയായിട്ട് കുടുംബശ്രീ അംഗങ്ങളുമായിട്ട് ആലോചിച്ച് പഞ്ചായത്തും കൂടെ ചേർന്നുകൊണ്ട് ശുദ്ധി കറി പൗഡർ എന്നുള്ള പദ്ധതി എടുക്കുകയും 7 സഹോദരിമാർ ചേർന്ന് ആ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. 15 വനിതകളാണ് മഞ്ഞൾ കൃഷിയും അനുബന്ധ ഉൽപ്പന്നങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെ വിജയഗാഥ രചിച്ചത്. പച്ചക്കറി കൃഷിയിൽ നിന്നാണ് ഇവർ മഞ്ഞൾ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ പച്ചക്കറി ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21 വാർഡുകളിലും പച്ചക്കറി കൃഷി ആരംഭിച്ചിരുന്നു. കോളിഫ്ലവർ, കാബേജ്, ചീര, പയറ്, പാവൽ, വെണ്ട, വഴുതന, ചേന, കാച്ചിൽ തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളും ഈ പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്തിരുന്നു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത പച്ചക്കറി ഗ്രാമം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാർഡുകളിലും വിവിധ തരത്തിലുള്ള കൃഷികൾ നടത്തിയതിൻ്റെ ഭാഗമായി മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ച് വിവിധ വാർഡുകളിൽ ഉൽപ്പാദിപ്പിച്ച മഞ്ഞൾ സംഭരിച്ചുകൊണ്ടാണ് ആദ്യ പ്രവർത്തനം ഇത് ആരംഭിക്കുന്നത്. ആ മഞ്ഞൾ ഈ സ്ത്രീ കൂട്ടായ്മയിലൂടെ അത് മഞ്ഞൾ പൊടി ആക്കി മാറ്റുന്നതിനുള്ള പരിശ്രമമാണ് അവർ ആദ്യം ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു യൂണിറ്റിന് രൂപം കൊടുത്ത് നല്ല നിലയിലുള്ള ഒരു കറി പൗഡർ യൂണിറ്റായി ഇതിനെ വളർത്തിയെടുക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഏറ്റവും ശുദ്ധമായ വിവിധ ഇനത്തിലുള്ള കറി പൗഡറുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയും അത് പഞ്ചായത്ത് തലത്തിൽ തന്നെയുള്ള വിപണനശാല വഴി വിപണനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി കൃഷിയോടൊപ്പം പരീക്ഷണമായി മഞ്ഞൾ കൃഷി ചെയ്തു. 21ാം വാർഡിൽ 70 സെന്റിൽ മഞ്ഞൾ കൃഷി ചെയ്തപ്പോൾ 100 കിലോഗ്രാം മഞ്ഞൾ ലഭിച്ചതാണ് മറ്റു വാർഡുകളിലേക്കും മഞ്ഞൾ കൃഷി വ്യാപിപ്പിക്കാൻ പ്രേരകമായത്.
തുടർന്നാണ് ഈ വനിതകളും മഞ്ഞൾ കൃഷിയിലേക്ക് തിരിഞ്ഞത്. മഞ്ഞൾ കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ കൃഷിഭവൻ വഴിയാണ് ഇവർക്ക് ലഭിച്ചത്. കണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ കയ്യിൽ നിന്നും മഞ്ഞൾ ഇവർ വിലക്കെടുത്തുകൊണ്ട് അതാണ് പൊടിയാക്കി ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നത്. മായം കലർന്ന മഞ്ഞൾപ്പൊടി ശരീരത്തിന് വളരെ ദോഷകരമാകുന്ന ഈ സാഹചര്യത്തിൽ തികച്ചും നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ വളരുന്ന മഞ്ഞൾ എടുത്ത് നമ്മുടെ പരിചയത്തിലുള്ള പ്രവർത്തകർ തന്നെ പൊടിയാക്കി തിരിച്ച് നമ്മൾക്ക് തന്നെ ലഭിക്കുന്നത്, അതായത് ഈ പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് തന്നെ ലഭിക്കുന്നത് എന്തുകൊണ്ടും മാതൃകായോഗ്യമായ ഒരു കാര്യമാണ്. മഞ്ഞൾ നടേണ്ട സ്ഥലം ഉമ്മയം ചേർത്ത് കിളച്ച് മണ്ണൊരുക്കി 2 ആഴ്ച കഴിഞ്ഞ് എല്ലുപൊടി ചേർത്ത് ഇളക്കിയാണ് നടുന്നത്. ചെടികൾ തമ്മിലുള്ള അകലം മഞ്ഞൾ കൃഷിക്ക് പ്രധാനമാണ്. സാധാരണ മണ്ണിൽ 25 സെന്റിമീറ്റർ നീളത്തിലും 25 സെന്റിമീറ്റർ വീതിയിലുമായിരിക്കണം നടേണ്ടത്. 5 മുതൽ 10 സെന്റിമീറ്റർ താഴ്ചയിൽ മഞ്ഞൾ നടാം. പച്ചില കൊണ്ട് പുത വയ്ക്കുന്നത് നല്ലതാണ്. 1 മാസം കഴിയുമ്പോൾ ചെടി കിളിർത്തു വരുന്നു. കിളിർത്തതിന് ശേഷം മാത്രം ചാണകപ്പൊടിയിടുന്നു. ഇടയ്ക്കിടയ്ക്ക് കള പറിച്ചു കളഞ്ഞ് ചുവട്ടിൽ മണ്ണിട്ട് കൊടുക്കണം. ചാണകമാണ് മുഖ്യ വളമായി ഉപയോഗിക്കുന്നത്. രാസവളങ്ങളൊന്നും തന്നെ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നില്ല. നട്ട് 1 വർഷമാകുമ്പോഴേക്കും വിളവെടുക്കാം. ആദ്യ വിളവെടുപ്പിൽ തന്നെ മഞ്ഞൾ കൃഷിയിൽ നല്ല ആദായം ലഭിച്ചു. പച്ച മഞ്ഞൾ അതുപോലെ നൽകിയാൽ നല്ല വില ലഭിക്കില്ല എന്നവർക്ക് ബോധ്യമായി. തുടർന്നാണ് മഞ്ഞൾ സംസ്കരിച്ച് നൽകാൻ തീരുമാനിച്ചത്. 2 വർഷത്തിന് മുമ്പ് കാർഷിക മേഖലയിൽ പച്ചക്കറി കൃഷിയെയും ഇടവിള കൃഷിയെയും സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് പച്ചക്കറി ഗ്രാമം പദ്ധതി. ആ പച്ചക്കറി ഗ്രാമം പദ്ധതിയിൽ വിവിധ തരത്തിലുള്ള കാർഷിക വിളകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. ആ കാർഷിക വിളകളിൽ മഞ്ഞൾ ടൺ കണക്കിന് മഞ്ഞൾ ഞങ്ങൾ ആ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി, കൃഷി ചെയ്തു. ആ മഞ്ഞൾ ടൺ കണക്കിനുള്ള മഞ്ഞൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് പൊടിച്ച് മഞ്ഞൾപ്പൊടിയാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങിക്കൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുവാൻ ഇടയായത്. അങ്ങനെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും 7 ലക്ഷം രൂപ ലോണെടുത്ത് ശുദ്ധി കറി പൗഡർ എന്ന പേരിൽ ഒരു യൂണിറ്റ് ആരംഭിച്ചു. മഞ്ഞൾ പൊടിച്ച് കവറിലാക്കി സീലിംഗ് മെഷീൻ വെച്ച് ഒട്ടിച്ച് വിൽപ്പനയ്ക്കെത്തിച്ചു. ഇതോടൊപ്പം മല്ലി, മുളക്, ഗോതമ്പ്, അരി, ഉലുവ, ജീരകം, അവലോസ്, മസാല എന്നിവയും പൊടിച്ച് കവറിലാക്കി വിൽപ്പന നടന്നു. അമൂല്യ ഔഷധമൂല്യമുള്ള മഞ്ഞൾ വളരെ ശ്രദ്ധിച്ചു വേണം സംസ്കരിച്ചെടുക്കാൻ. വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് മഞ്ഞളിന്റെ ഔഷധ ഗുണമായ കുർക്കുമിൻ വളരെ കുറച്ച് മാത്രമേ നഷ്ടമാകുന്നുള്ളൂ. ഇവർ സംസ്കരിച്ചെടുക്കുന്ന മഞ്ഞളിന് വളരെയധികം ഗുണനിലവാരമുണ്ടെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവർ വിപണി അന്വേഷിച്ച് എവിടെയും പോകുന്നില്ല. ആവശ്യക്കാർ ഇവരെ തേടിയെത്തുകയാണ് എപ്പോഴും. കലർപ്പോ മായമോ തീരെയില്ലാത്ത ഈ വീട്ടമ്മമാരുടെ കൂട്ടായ്മയ്ക്ക് മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന അഭിനന്ദനങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മൂലധനം. മണ്ണൊരുക്കുന്നത് മുതൽ മഞ്ഞൾപ്പൊടി പാക്ക് ചെയ്ത് ആവശ്യക്കാരുടെ കൈകളിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് ഈ വനിതകളാണ്. മറ്റേതൊരു VIP ജോലിയെപ്പോലെയും അഭിമാനത്തോടെ ഈ ജോലി അവർ കൂട്ടായ്മയോടെ നടത്തുന്നു. മനനിറയെ മഞ്ഞക്കാച്ചുകളും കൈനിറയെ കാശുമായി ഈ പെൺകുട്ടികൾ മാതൃകയാവുകയാണ്.
വിത്ത് ശാസ്ത്രത്തിലെ നൂതന പ്രവണതകളെ ഉൾക്കൊള്ളാനും അതിന്റെ ഗുണഫലം കർഷകരിലെത്തിക്കാനും ശാസ്ത്രജ്ഞർ തയ്യാറാകണമെന്ന് ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ ത്രിലോചൻ മഹാപാത്ര പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ ആരംഭിച്ച വിത്ത് ഉൽപാദനത്തിന് വേണ്ടിയുള്ള അഖിലേന്ത്യാ സംയോജിത ഗവേഷണ പദ്ധതിയുടെ വാർഷിക അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. It appears that if you have done this at your own institute, and that now onwards, since you are an institute, you are mandated to do also other research, whether it is AICRP or your institute. And I am going to be very strict on this. You can't just mix up things. Don't present your institute research programs here in this meeting. And this cannot continue. If there is a research going on in AICRP, that should be presented separately, and your institute program will be presented separately, and we will review that separately. That cannot be mixed up here. If you have a different mandate. No. So what you have presented? Now that's what I should be clear about. Yeah. So this is an important point, and I find because 3 coordinators presented their work 2 days ago. I reviewed their progress here. The tuber crops, the spices, and oil palm. And absolutely 100% overlap between institute activity and AICRP activity. AICRP does, starting from germplasm collection to post-harvest processing to value addition to marketing to everything. പല വിളകളുടെയും ബ്രീഡർ വിത്തുകൾ ആവശ്യത്തിലധികവും ഉൽപ്പാദിപ്പിക്കാനായത് ഈ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടമാണെങ്കിലും പയറുവർഗ വിളകളുടെയും എണ്ണക്കുരുക്കളുടെയും കാര്യത്തിൽ ആവശ്യത്തിനുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് പോരായ്മയാണെന്ന് തിരിച്ചറിയണമെന്ന് ഡോക്ടർ മഹാപാത്ര പറഞ്ഞു. അന്താരാഷ്ട്ര പയർവർഗ വർഷമായ 2016 പയർവർഗ വിളകളുടെ വിത്തുൽപാദനം വർദ്ധിപ്പിക്കാനും രാജ്യത്ത് ഈ വിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാൻ തീവ്രശ്രമം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തലമുറകൾ കഴിഞ്ഞാലും വിത്തിന്റെ ഗുണനിലവാരം ചോരുന്നില്ല എന്നുറപ്പുവരുത്താനും സ്വകാര്യ ഏജൻസികൾ വഴിയുള്ള വിത്തു വിതരണത്തിൽ പാളിച്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കാനും വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളണം. പുതിയ വിത്തുകളുടെ ഗുണനിലവാര പരിശോധനയ്ക്കും രജിസ്ട്രേഷനും ആധുനിക സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും ഒട്ടേറെ പരിശോധനകൾ പലതലത്തിൽ ആവർത്തിക്കുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇന്ത്യയിലെ വിത്തു ഗവേഷണം ഏറെ കടമ്പകൾ കടന്ന് നിരവധി നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ ഇനിയും കാലങ്ങളേറെ താണ്ടാനുണ്ടെന്ന തിരിച്ചറിവും ഉണ്ടാകണമെന്ന് ഡോക്ടർ മഹാപാത്ര പറഞ്ഞു. It's a seed availability which controls which seed which is being grown by farmers. For others there is no seed. What farmers will grow? The state governments are രാജ്യത്തെ ജനസംഖ്യാ വർധനവിന് ആനുപാതികമായി ഭക്ഷ്യോൽപാദനവും വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും വിവിധ വിളകളുടെ ഉൽപാദനക്ഷമത വർധനവിന് വിത്തിന്റെ ഗുണനിലവാരം അനുപേക്ഷണീയമാണെന്നും കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. Next to solar radiation and water is seed. പുതിയ വിത്തിനങ്ങൾ കണ്ടെത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം അമൂല്യമായ ജനിതക ശേഖരം പരിരക്ഷിക്കുകയും വേണം. വിത്തുൽപാദന രംഗത്ത് കാർഷിക സർവകലാശാല അഭിമാനാർഹമായ നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. And we all know that the good quality seeds, the role played by good quality seeds in green revolution, and the role played by new varieties and the seeds made available to the farmers in feeding the starving stomachs of thousands and millions of cattle and people of the country. വിത്തുൽപാദന ഗുണനിലവാര പരിശോധനാ രംഗങ്ങളിൽ കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങൾ വിലയിരുത്താനും അടുത്ത വർഷത്തെ പ്രവർത്തന പദ്ധതികൾക്ക് രൂപം നൽകാനും അവലോകന യോഗം ഉപകരിച്ചു. രാജ്യത്തെ വിവിധ കാർഷിക സർവകലാശാലകൾ, ICAR ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 200ഓളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. You are in the southernmost, southwest tiny state of Kerala, which accounts for 1.5% of the land area and approximately 3.2% of the nation's population. കാർഷിക സർവകലാശാല ഗവേഷണ ഡയറക്ടർ ഡോക്ടർ സാജൻ കുര്യൻ സ്വാഗതവും അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ VS ദേവദാസ് നന്ദിയും പറഞ്ഞു. RARS Patambi is the implementing center of this AICRP seeds in KAU. So I express
thanks to Dr. Narayanankutti and his team. During the 16 and 17 ICAR Assistant Director General Dr. J.S. Chauhan, Indian Institute of Seed Science Director Dr. Rajendra Prasad എന്നിവർ പ്രസംഗിച്ചു. So this is the scenario. So this time I made the presentation for the 2 years, because earlier we used to make for the previous year, that is 14-15, but now in a year onwards I changed the scenario, but because we need to know what kind of seed material is available for the next. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെങ്ങിൻ തൈകളും കാർഷിക നടീൽ വസ്തുക്കളും വിൽപ്പനയ്ക്ക്. ക്ഷീരമേഖലയിൽ വിവിധ പരിശീലന പരിപാടികൾ. സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധന ലബോറട്ടറികൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ ജൂൺ 1 മുതൽ വിവിധതരം തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നു. കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത കേരസംഘ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളാണ് 250 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നത്. കോമാടൻ, വെസ്റ്റ് കോസ്റ്റ്, ടോൾ എന്നീ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളും ലഭ്യമാണ്. കൂടാതെ ഔഷധ സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കാർഷിക വിളകൾ എന്നിവയുടെ തൈകളും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. മഞ്ഞൾ, ഇഞ്ചി എന്നിവയുടെ തൈകളും ലഭിക്കുന്നതാണ്. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് മുൻഗണന. കൂടാതെ കൂൺ സ്പോറുകളും കൂൺ വളർത്തുന്നതിനുള്ള ബെഡുകളും ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0471238352. തൃശൂർ മിൽമ ട്രെയിനിംഗ് സെന്ററിൽ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ പശുക്കളുടെ പ്രജനനം, തീറ്റക്രമങ്ങൾ, രോഗകാരണങ്ങളും പരിഹാര മാർഗങ്ങളും, കറവ പശുക്കളുടെ തിരഞ്ഞെടുക്കൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആട് വളർത്തലുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തെയും ഇറച്ചിമാടുകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെയും പരിശീലനവും ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഫീസ് ഈടാക്കിയുള്ള മേൽപ്പറഞ്ഞ പരിശീലന പരിപാടികളുടെ താമസവും ഭക്ഷണവും കൃഷിയുടെ സന്ദർശനവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0477269589, മൊബൈൽ നമ്പർ 9400502317. മൃഗസംരക്ഷണ വകുപ്പിന്റെ കുടപ്പനക്കുന്ന് റീജിയണൽ പൌൾട്രി ഫാമിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ നാടൻ മുട്ട വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഈ മാസം 31 വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ 3 മണി വരെ മുട്ട ഒന്നിന് 4 രൂപ 25 പൈസ നിരക്കിൽ പൊതുജനത്തിന് ലഭ്യമാകുന്നതാണ്. ജൂൺ 1 മുതൽ എല്ലാ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മാത്രമാകും വിൽപ്പന. ആവശ്യക്കാർ എത്തുന്ന മുറയ്ക്കായിരിക്കും മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 047127300804. കേരള സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ പാറോട്ടുകോണത്ത് പ്രവർത്തിക്കുന്ന മണ്ണ് പരിശോധനാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന 14 ജില്ലാ മണ്ണ് പരിശോധനാ ലബോറട്ടറികളിൽ നിന്നും 11 സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലബോറട്ടറികളിൽ നിന്നും കർഷകർക്ക് മണ്ണ് പരിശോധനാ സേവനം ലഭ്യമാണ്. കൂടാതെ കർഷകർക്ക് അവബോധ ക്ലാസുകൾ, കാർഷിക മേളകൾ, സെമിനാറുകൾ തുടങ്ങിയ കാർഷിക പരിപാടികൾക്ക് സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാശാലകളുടെ സേവനം സൗജന്യമായി ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതത് കൃഷി ഓഫീസുമായോ ചീഫ് സോയിൽ കെമിസ്റ്റ്, സെൻട്രൽ സോയിൽ ആൻഡ് പ്ലാന്റ് ഹെൽത്ത് സെന്റർ,
പാറോട്ടുകോണം നാലാഞ്ചിറ PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. വിളിക്കാവുന്ന ഫോൺ നമ്പർ 0471 253 0578. അടൂർ സ്റ്റേറ്റ് സീഡ് ഫാമിൽ പച്ചക്കറി വിത്തുകൾ, നെൽവിത്ത്, ഗ്രോ ബാഗ്, പപ്പായ തൈ എന്നിവ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ സീഡ് ഫാമുമായി ബന്ധപ്പെടാം. വിളിക്കാവുന്ന ഫോൺ നമ്പർ 0473422786 8. കൊതുകുകളിലൂടെ വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ റബ്ബർ തോട്ടങ്ങളിൽ പാലെടുത്ത ശേഷം ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുന്ന കാര്യത്തിൽ കർഷകർ നിഷ്കർഷത പുലർത്തണമെന്ന് റബ്ബർ ബോർഡ് അറിയിച്ചു. റബ്ബർ മരങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിരട്ടകളിൽ ഒരാഴ്ചയിൽ കൂടുതൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നത് കൊതുകിന് മുട്ടയിടാൻ സൗകര്യമൊരുക്കും എന്നതിനാലാണ് ഈ മുന്നറിയിപ്പ്. നാളികേര വികസന ബോർഡിന്റെ ആലുവയിലുള്ള സാങ്കേതിക വികസന കേന്ദ്രം പിസ്ത, റോസ്, ചോക്ലേറ്റ് ഫ്ലേവറുകളിലുള്ള വെഗാൻ തേങ്ങാപ്പാലിന്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. പരിശീലനത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ആലുവയിലെ CBD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ബന്ധപ്പെടാവുന്നതാണ്. വിളിക്കാവുന്ന ഫോൺ നമ്പർ 0484267960. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7600 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 8600 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 7600 രൂപ, കൊപ്ര കൊച്ചി 5215 രൂപ, കൊപ്ര കോഴിക്കോട് 5250 രൂപ, കൊപ്ര തൃശൂർ 5285 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72700 രൂപ, ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ സേലം 10700 രൂപ, മഞ്ഞൾ ഈറോഡ് 10900 രൂപ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12600 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12650 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 7600 രൂപ, കൊപ്ര 5215 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72700 രൂപ, ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ നാടൻ 12000 രൂപ, അടയ്ക്ക പുതിയത് 18000 രൂപ മുതൽ 19000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 രൂപ മുതൽ 180 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 350 രൂപ മുതൽ 380 രൂപ വരെ, ജാതിപത്രി 500 രൂപ മുതൽ 1000 രൂപ വരെ, ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12600 രൂപ, ഒട്ടുപാൽ 7900 രൂപ, ലാറ്റക്സ് 9500 രൂപ. കമ്പോള അവലോകനം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ അനുഭവപ്പെട്ടത് നാളികേര വിളവെടുപ്പ് തടസ്സപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥ കൊപ്ര കളങ്ങളുടെ പ്രവർത്തനങ്ങളെ ചെറിയ അളവിൽ ബാധിച്ചത് കണ്ട് മില്ലുകാർ വെളിച്ചെണ്ണയിൽ പിടിമുറുക്കി. പ്രമുഖ വിപണികളിൽ എണ്ണ, കൊപ്ര വിലകൾ സ്റ്റഡിയാണ്. ആഭ്യന്തര വ്യാപാരികളിൽ നിന്നുള്ള ശക്തമായ പിന്തുണ ഏലയ്ക്ക വില വീണ്ടും ഉയർത്തി. വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 1100 രൂപയിലും ശരാശരി ഇനങ്ങൾ 710 രൂപയിലും ലേലം കൊണ്ടു. വിദേശത്ത് റബ്ബർ വിലയിൽ നേരിയ ഉണർവ് ദൃശ്യമായെങ്കിലും ഇന്ത്യൻ വ്യവസായികൾ റബ്ബർ വിപണിയിൽ കാര്യമായ താൽപര്യം കാണിച്ചില്ല. റബ്ബർ കമ്പനികളുടെ പിന്തുണ കുറഞ്ഞതുമൂലം 4ാം ഗ്രേഡ് കിലോ 126 രൂപയായി താഴ്ന്നു. ഔഷധ നിർമ്മാതാക്കൾ മഞ്ഞൾ ശേഖരിക്കാൻ ഉത്സാഹിച്ചു. വ്യവസായികളുടെ വരവ് ഉൽപ്പന്ന വില ഉയർത്തിയെങ്കിലും കാർഷിക മേഖലകളിൽ നിന്നുള്ള മഞ്ഞൾ നീക്കം കുറവാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 38.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 37.8, 27.2. കൊച്ചി 34.4, 24.9. ആലപ്പുഴ 34.8, 26.3. പുനലൂർ 34.7, 24. തിരുവനന്തപുരം 32.2, 25.6 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.